നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ പേടി, നിങ്ങളുടെ മടി, ധൈര്യമില്ലായ്മ, ഇതിനൊക്കെ കാരണം എന്താണ്, ഇതെങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ നമുക്ക് ചെറുപ്പം മുതലേ എന്തെങ്കിലും ഒരു സ്റ്റേജിന് മുമ്പിൽ ചെന്ന് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യമായിക്കൊള്ളട്ടെ, നമുക്കൊരു വിറയലാണല്ലേ. ഭൂരിഭാഗം പേർക്കും ഉണ്ട്. വളരെ റെയറായിട്ടുള്ള, വളരെ അപൂർവം ആളുകൾക്കേ അത് ഇല്ലാതെയുള്ളൂ. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അതേ ഒരു വിറയലും പേടിയും ഇപ്പം മുതിർന്നപ്പോഴും നമ്മളെ വിട്ടു പോയിട്ടുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം, എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം, എന്തോ ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് നമുക്ക് അതിയായ ആഗ്രഹമുണ്ട്. നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ചിന്തിക്കും, മനസ്സിൽ അതിനു വേണ്ടി പ്ലാനുകളൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് തുടങ്ങാൻ കഴിയുന്നുണ്ടോ? എന്തോ ഒന്ന് നമ്മളെ പിറകിലേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്താണത്? 90% ആളുകളും ലൈഫിൽ ഫെയിലായി പോകുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇത് ചെറുപ്പത്തിലെ ഇപ്പം നമ്മളെക്കുറിച്ച് വേറൊരാൾ പറയുന്ന അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ അങ്ങനെയാണ് എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. ആ വിശ്വാസത്തെ നമ്മൾ മാറ്റിയെടുക്കണം. അതിന് ഏറ്റവും നല്ലൊരു വഴി എന്നത് അഫർമേഷനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം, വിജയമന്ത്രം, അഫർമേഷൻ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം? നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എങ്ങനെ സംസാരിക്കും? റിപ്പീറ്റ് ചെയ്യുന്ന ഏതൊന്നോ ആ ഒന്ന് വളരെ ഫീലോട് കൂടിയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വേഗം കോപ്പി ചെയ്യും. ക്രമേണ നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങും, നിങ്ങളതൊരു ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ വിശ്വസിപ്പിക്കുക എന്നൊരു ദൗത്യം മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ അത് ഏറ്റെടുത്തുള്ളൂ. സോ നമ്മൾ ഇപ്പം പറയാണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ ആം കോൺഫിഡൻറ്റ്, എനിക്ക് എല്ലാ പ്രവൃത്തിയും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു. ഐ ആം കോൺഫിഡൻറ്റ്. ഇങ്ങനെ വളരെ ഫീലോട് കൂടി നമ്മൾ ഡെയിലി സ്ഥിരമായി സ്കിപ്പ് ചെയ്ത് സ്ഥിരമായി നമ്മളോട് തന്നെ പറഞ്ഞു നോക്കൂ. ഫീലോട് കൂടി പറഞ്ഞു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങളിൽ മാറ്റം സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ ഉൾപ്പെടെ പല ആളുകളും ചെയ്ത് സക്സസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ബ്രൂസ്ലീനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? ബ്രൂസ്ലി അദ്ദേഹത്തിൻ്റെ ഗെയിമിന് മുമ്പായിട്ട് മിററിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം ദ വിന്നർ, ഐ ആം ബെസ്റ്റ്, ഇങ്ങനെയൊക്കെ അഫർമേഷൻസ് പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പല മഹത് വ്യക്തികളും ലൈഫിൽ സക്സസ് ആയ ആളുകളും ഈ ഒരു അഫർമേഷൻ അവരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ യൂസ് ചെയ്തതാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്സ് ആയിട്ട് ഇത് ചുരുങ്ങിപ്പോയി എന്ന് മാത്രം. നമ്മളിത് ഡെയിലി യൂസ് ചെയ്ത് നോക്കും. നമുക്ക് ആവശ്യത്തിന് നമ്മളെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസിലേക്ക് മാറ്റി നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കൂ. തീർച്ചയായിട്ടും നമുക്കത് നമ്മളുടെ ക്യാരക്ടറിൽ തന്നെ മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആയിട്ട് എടുക്കുക, അതിനെ റിപ്പീറ്റ് ചെയ്ത് ഫീലോട് കൂടി പറയുക, നിങ്ങളതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ടെക്നിക്സുകളൊക്കെ ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നിടത്തേ കാര്യമുള്ളൂ. ഏതൊരു പ്രൊഫഷൻ ആയിക്കൊള്ളട്ടെ, നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് വിജയിക്കാൻ സാധിക്കുള്ളൂ. എന്തും പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ ചെയ്യാനുള്ള ആക്ഷൻ നമ്മൾ ചെയ്യുക. തീർച്ചയായിട്ടും അതിനൊരു റിയാക്ഷൻ ലഭിക്കും, അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ലഭിക്കും. ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മളെ ലൈഫാണ്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് നന്നാവണം, ഉയരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തിൽ നിന്നും തുടങ്ങണം തീവ്രമായ പരിശ്രമം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് നിങ്ങൾക്ക് അറിയുന്നവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.